അവരെ പറ്റി പറയല് ബാസ്റ്റാർഡ്സ് എന്നാണ്. ബാസ്റ്റാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് കുട്ടിയൊക്കെ അറിയാം, ഞാനത് പച്ച മലയാളത്തിൽ പറയുന്നില്ല. അവരെ പറ്റി പറഞ്ഞ പേരതാണ് ബാസ്റ്റാർഡ്സ്, അതായത് തന്തല്ലാത്തോൻ എന്ന് അവരെ പറ്റി പറഞ്ഞ പേരാണ് തന്തല്ലാത്തോൻ. ഞങ്ങൾക്ക് തന്ത ഏതാന്ന് അറിയില്ല. അങ്ങനെ അവരിങ്ങനെ ഒരു നടത്തുണ്ട്. ആ നടത്തം ഇവിടെ കാണിച്ചു തരാൻ പറ്റില്ല സ്റ്റേജിലൊന്നും. ഇങ്ങനെ കൈയൊടിക്കുള്ളൂ, ഇതിൽ താവൂല്ല പൊന്തൂല്ല, ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ ഇളകിങ്ങാണ്ട് ഇങ്ങനെ പോക്കാണ്. അവര് ഇങ്ങനെ പോണ സമയത്ത് വഴിക്ക് കൂടെ പോണവരൊക്കെ ഉന്തും തള്ളും. അതിലിടക്ക് നമ്മളൊന്ന് വർത്താനം പറയാൻ നിന്ന അവരൊക്കെ പാട് കൂടിയിട്ടടിക്കും. ഇത് വെസ്റ്റ് ആഫ്രിക്കൻ ഭാഗങ്ങളിലുള്ള കറുത്ത വർഗത്തിൽപ്പെട്ട വളരെ മോശമായി നടക്കുന്ന 24 മണിക്കൂറും മയക്കുമരുന്നിൽ നടക്കുന്ന കുട്ടികളുടെ ശീലമാണ്. അത് കുറേശ്ശെ നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെയൊക്കെയോ ചാനലുകളിലൂടെയോ യൂണിവേഴ്സിറ്റികളിലൂടെയോ ഒക്കെ കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിനെങ്ങനെ അനുകരിച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ദുരന്തം എന്താണ്? നമ്മുടെ കുട്ടികൾ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് അവരെ നഷ്ടപ്പെടുന്നു. മാത്രമല്ല അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെടും. കല്യാണം കഴിക്കുന്ന കാലത്ത്, മക്കളുടെ കാലത്ത് എല്ലാം മക്കൾക്കും ബാധിക്കൂലെന്ന്. ഏതാണ് ആ കുട്ടി എന്ന് വയസ്സായ ഒരാളെന്ന് ചോദിക്കുമ്പോ ആ പേരക്കുട്ടി അത് ഇന്നാളെ പേരക്കുട്ടിയാണ് എന്ന് പറയുമ്പോ ഏതാളെ പേരക്കുട്ടി എന്ന് പറയുമ്പോ അവനുമായി ബന്ധപ്പെട്ട സംഭവമല്ലേ പറയാ. ആ കുട്ടി എത്ര വേദനിക്കും. നിമിഷമാണ് തെറ്റ് ചെയ്തെന്ന്, പക്ഷെ അനുഭവിക്കുന്നതോ കാലങ്ങളും. നമ്മൾ ചെയ്ത തെറ്റ് കാരണത്താൽ നമ്മുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഏതോ ഒരു കാലഘട്ടത്തിൽ അവൻ ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ആളാകാം, മാന്യനായി നടക്കുന്ന ആളാകാം, ആളുകൾക്കിടയിൽ നിലയും വിലയുമുള്ള ആളാകാം. പക്ഷെ അവനെ ചൂണ്ടിയിട്ട് പോലും ആളുകൾ പറയും ഇന്നവന്റെ പേരക്കുട്ടി എന്ന്. ആ കുട്ടിയുടെ മനസ്സ് പോലും നോവിക്കുന്ന രീതിയിലാണോ ഇന്ന് നമ്മൾ ജീവിക്കേണ്ടത്? ചെറുപ്പക്കാരെ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ആരെങ്കിലും അതുമായി ബന്ധമുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടു കൂടി തിരിച്ചു പിടിക്കൽ നമ്മുടെ ദൗത്യമാണ്. അവരെ ഇകഴ്ത്തണ്ട, അവരെ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്തണ്ട, കുറ്റപ്പെടുത്തണ്ട. അവരുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് സ്നേഹത്തോടെ കഴിയുമെങ്കിൽ നെറ്റിയിൽ ചുംബനം കൊടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. കോട്ടക്കല് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഒരാള് പള്ളിയിലേക്ക് 4 കാലില വന്നിട്ടുള്ളത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ 4 കാലില്? നല്ല കുടിച്ചിട്ടുണ്ട്, മുസ്ലിമാണ് 4 കാലില പള്ളിക്ക് വരണം. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് നോക്കുന്നതാണ്. ഞാൻ ഇവിടെ ഒരു ഇതിന് പോവാണ്, എന്താ പറഞ്ഞെന്ന്. മൂപ്പര് പറഞ്ഞു എനിക്ക് നന്നാവണം. അങ്ങനെയല്ല ഇവര് പറയത്, കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നാവണം തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാഗത്ത് കിടത്തി, ഇതൊക്കെ വരുന്നതിന്റെ സമയത്ത് എന്താക്കിയാളെ ഒന്ന് ഉഷാറാക്കിയാൽ മതി. ഇവൻ നമ്മൾ പറഞ്ഞതിനേക്കാൾ എക്സ്ട്രാ ആയിട്ട് ചെയ്തു. ഓൻ അയാളെ കൊണ്ടുപോയി കുളിപ്പിച്ചു കൊടുത്ത്, എന്നിട്ട് ഓൻ്റെ ഒരു കുപ്പായ ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു മൂലൊക്കെ കിടത്തി. കുറെ കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാം പോയപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇയാൾക്കും കണ്ട് ഫീലിംഗ് ആയി. ഒരു മനുഷ്യനെ ഈ അവസ്ഥയിൽ കൊണ്ടുപോയി കുളിപ്പിക്കുക, എന്നിട്ട് അയാളുടെ പുത്തൻ ഡ്രസ്സ് എടുപ്പിക്കുക. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം അയാൾ പള്ളിക്കൊന്നും എണീക്കലില്ല, നല്ല മനുഷ്യനാണ്. അയാളുടെ ഭാര്യ വിളിച്ചുകൊണ്ട് ഈ സഹോദരനോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ തിരിച്ചു തന്നത് എൻ്റെ ഭർത്താവിനെയല്ല, എൻ്റെ മക്കളുടെ ജീവിതത്തെയാണ്. ഈ പ്രിയപ്പെട്ടവരെ, കല്ല് കുടിക്കുന്ന ആളുകളായാലും ഒറ്റപ്പെട്ട ആളുകളായാലും അവരുടെ ഉള്ളിലൊരു സ്നേഹം ഉണ്ടാവും. അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അതിനാണ് ഈ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ചെറുപ്പക്കാരെ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. മയക്കുമരുന്ന് പല കോലത്തിലാണ്, അതിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് വിദ്യാർത്ഥി കൂട്ടങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചെറിയ മക്കൾ മുതൽ വലിയവർ വരെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് വിജിലൻസിലേക്ക് ഒന്ന് വിളിക്കുക എന്ന്. നമ്മുടെ കയ്യിൽ ഈ നമ്പറൊക്കെ ഉണ്ടാവണം. വിജിലൻസിലേക്ക് വിളിച്ചാൽ അവരോടിയെത്തും, ആളെ കൈയോടെ പൊക്കും. ആ ഒരു അവസ്ഥയിൽ നിയമപരമായ നമ്പറുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഉടനെ തന്നെ വിളിച്ചാൽ പോലീസ് ഓടിയെത്തുന്ന നമ്പർ, അവരുടെ മുമ്പിൽ നിന്ന് വിളിച്ചില്ലെങ്കിൽ പോലും വിവരം കൊടുക്കാനുള്ള അറിവെങ്കിലും നമുക്കുണ്ടാകണം. ഇതാ ഇവിടെ ഇന്നത് നടക്കുന്നുണ്ട്. എത്രയോ സ്കൂളിന്റെ മുറ്റത്ത് വെച്ച് എത്രയോ ആളുകൾ നമ്മൾ ദിവസം പേപ്പറിൽ കാണുന്നില്ലേ? 2 ആൾക്കാരെ കഞ്ചാവോട് കൂടി പിടികൂടി, സ്കൂളിന്റെ പരിസരത്ത് നിന്ന് അവരെ പിടികൂടി, സ്കൂളിന്റെ പരിസരത്ത് നിന്ന് ഇവരെ പിടികൂടി എന്നും പത്രം എടുത്ത് നോക്ക്, നമ്മൾ കാണുന്നതാണ്. അങ്ങനെ നമ്മുടെ നാടുകളിലോ നമ്മുടെ നാടിന്റെ പ്രദേശങ്ങളിലോ ഉണ്ടെങ്കിൽ അവരെ നിയമപരമായി കൈകാര്യം ചെയ്യാൻ പോലും പറ്റുന്ന ഉശിരിലേക്ക് ഈ ചെറുപ്പക്കാർ കടന്നു വരണം. അതിനുള്ള ഉശിരിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുന്ന പാവങ്ങളായ ആളുകളുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണ്? ദാ എത്രയോ ഉമ്മമാർ, എത്രയോ അമ്മമാർ
കരഞ്ഞ് കണ്ണോട് കൂടിയിട്ട് കഴിയുന്നുണ്ടാവാം. എന്റെ മകനെ ഒന്ന് തിരിച്ചു കിട്ടിയെങ്കിൽ, എന്റെ മകൻ എന്നെ നോക്കുന്ന ആളായിരുന്നെങ്കിൽ എന്ന് എത്രയോ വിലപിക്കുന്ന മാതാക്കൾ ഉണ്ടാകും. ആ മാതാക്കൾക്ക് മകനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. സ്നേഹപൂർവ്വം ദാ നിങ്ങളുടെ മകൻ, നല്ല ചുറുചുറുക്കുള്ള മകൻ, നല്ല ചെങ്കൂറ്റമുള്ള മകൻ, ഇനിയൊരു പാപത്തിലേക്കും പോകാത്ത, നിങ്ങളെ നന്നായിട്ട് നോക്കുന്ന മകനെന്ന് ആ ഉമ്മാക്ക് മകനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതിനുള്ള ആർജവമാണ് നമ്മൾ കാണിക്കേണ്ടത്. അതിന് എന്ത് ചെയ്താലും ശരി, അവരെ സ്നേഹിച്ച് നല്ല സൗമ്യമായി കൊണ്ടു നടന്ന് അവരെ സൗമ്യമായി ഉമ്മാക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണം. പ്രിയപ്പെട്ട ഗൾഫുകാർ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ സംഘടിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്നും ഇവിടെ ലീവിന് വന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന ഖത്തറിലുണ്ടായി പോയോ, ഇവരൊക്കെ അവിടെ നമ്മൾ പോകുന്ന സമയത്ത് കാണുന്നതാണ്. ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഇപ്പൊ ലീവിന് വന്ന ആളുകളും ഉണ്ടാകും. ഇവരുടെ കാര്യം കഷ്ടത്തിലാണ്, ഭയങ്കര കഷ്ടത്തിലാണ്. പൈസ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ അയക്കുന്നുണ്ടെന്നുള്ളൂ, നീറിപ്പുകയുകയാണ്. പണ്ടത്തെ ആൾക്കാർ അതിനേക്കാളും പുകഞ്ഞു. എന്റെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഉമ്മാമ, അതായത് ഉപ്പാന്റെ ഉമ്മ, വല്യമ്മ മരിച്ചത് ഉപ്പ 15-ാം ദിവസം ഒരു മാസമായിട്ടാണ് അറിയുന്നത്. സ്വന്തം മാതാക്കൾ മരിക്കുന്നത് പോലും അറിയാതെ വിങ്ങിക്കരഞ്ഞ് എത്രയോ പ്രവാസികൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട് ഗൾഫിൽ. നിങ്ങൾ അറിയണം ഈ സങ്കടം, നമ്മുടെ പ്രവാസ കൂട്ടത്തിന്റെ സങ്കടം. 15 ദിവസത്തിന്റെ ലീവിന് വരുന്ന എത്രയോ പാവ മക്കളുണ്ട്. 18 വയസ്സിൽ പാസ്പോർട്ട് എടുത്തത് തന്റെ ഉമ്മയെ ഹജ്ജിന് കൊണ്ടുപോകാനാണ്, ഉപ്പയെ ഉംറക്ക് കൊണ്ടുപോകാനാണ്. ഹജ്ജിനും ഉംറക്കും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നീയത്തോടു കൂടി പാസ്പോർട്ട് എടുത്ത് അവൻ അങ്ങനെ ഗൾഫിലേക്ക് കയറി. 2-3 വരവ് വന്ന് അവൻ കല്യാണം കഴിച്ച ഉത്തരവാദിത്തങ്ങളായി. അങ്ങനെ അവസാനം പിന്നെയും ഗൾഫിൽ തന്നെ അവനായി. അങ്ങനെ ഒരു ദിവസം കേൾക്കുന്ന ഉമ്മക്ക് അസുഖമാണ്. പാവം പ്രിയപ്പെട്ട ഉമ്മയെ ഒരു നോട്ടം കാണാൻ വേണ്ടിയിട്ട് എമർജൻസി ലീവിന് കൊടുത്ത് 15 ദിവസത്തെ ലീവാണ് കൊടുക്കുക. അങ്ങനെ അവൻ ഇറങ്ങുകയാണ് കരിപ്പൂർ എയർപോർട്ടിൽ. നേരെ വരുന്നത് വീട്ടിലേക്കല്ല, നേരെ ICUവിന്റെ മുമ്പിലേക്ക്. ഉമ്മയെ സ്പെഷ്യലായിട്ട് ഡോക്ടറുടെ അരികിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ച്, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മുടെ അസുഖം അവർക്ക് പകരുമെന്നത് കൊണ്ടാണ് അങ്ങോട്ട് കയറ്റാത്തത്. അതുകൊണ്ട് പെർമിഷൻ ചോദിച്ചിട്ട് കയറി. ഉമ്മയുടെ നെറ്റിയിൽ ചുംബിച്ചു. ഉമ്മ കരയുന്നു, മകൻ കരയുന്നു. ഇത് ഗൾഫിന്റെ ഒരു അവസ്ഥയാണ്. അങ്ങനെ വീട്ടിൽ പോയി കുളിച്ച് ശുദ്ധിയായി, കാര്യങ്ങളൊക്കെ റെഡിയായി, മീൻസ് അവന്റെ ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും അവൻ ഉമ്മയുടെ അരികിലേക്ക് വരികയാണ്. ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ, അത് ഞാൻ ആശുപത്രിയിൽ നിന്ന് കഴിച്ചോളാമെന്ന് വീട്ടുകാരോട് പറയാണ്. 14 ദിവസം കാത്തുനിന്നു ICUവിന്റെ മുമ്പിൽ. 14 ദിവസമായിട്ടും ICUവിൽ നിന്ന് ഉമ്മയെ പുറത്തിറക്കുന്നില്ല. ശ്വാസകോശങ്ങളിലൂടെ കുഴലുകൾ ഇട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി എന്തൊക്കെയോ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഗൾഫിലേക്ക് പോകണോ എന്ന് ആലോചിച്ചുകൊണ്ട് വിതുമ്പിക്കരഞ്ഞ എത്രയോ ഗൾഫുകാരുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. ഞാൻ വെറുതെയല്ല ഈ പറയുന്നത്. സ്വന്തം മാതാവിനെ വിട്ടേച്ചു പോകണോ എന്ന് ആലോചിച്ച സ്വന്തം പിതാവ് നൊമ്പരപ്പെടുന്ന അവസ്ഥയിൽ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അവൻ അബുദാബിയിൽ വലിയൊരു കമ്പനിയിലാണ്. അവന്റെ ഉപ്പ യാത്ര പറയുന്ന സമയത്ത്, ഞാനുണ്ട് ആ സമയത്ത് സന്ദർഭത്തിൽ അവിടെ, അത് ചിലപ്പോൾ അവൻ കേട്ടുകഴിഞ്ഞാൽ ഇന്നും അവന് കരച്ചിൽ വരും. ഉപ്പ പറയാണ്, മോനെ നീ പോകരുത് എന്ന്. കൈ പിടിച്ച് കരഞ്ഞിട്ടും ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് പോയി. ഗൾഫിലെത്തി ഒരാഴ്ച ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഉപ്പ മരിച്ചു. ഈ സങ്കടം എവിടെ വെച്ചിട്ടായിരിക്കും ആ സഹോദരൻ തീർക്കുക? ഇങ്ങനെ 14 ദിവസം ഉമ്മയുടെ ICUവിന്റെ മുമ്പിൽ നിൽക്കുകയും 15-ാമത്തെ ദിവസം ആയാൽ അവിടെ ഇറങ്ങണം, അല്ലെങ്കിൽ അവന്റെ വിസ ക്യാൻസൽ ആകും, അവനവിടെ പിന്നെ ഇറങ്ങാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോ അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ ലീവ് നീട്ടിക്കൊടുക്കുന്നു ഇല്ല. അപ്പോഴാണ് അമ്മാവൻ കയറി വരുന്നത്, അപ്പോഴാണ് മൂത്താപ്പയും എളാപ്പയും ഒന്നിച്ചു വരുന്നത്. എല്ലാരും കൂടി വന്നിട്ട് പറയും, മോനെ ഈ പൊയ്ക്കോ, ഇത് നമ്മളെ വിധിയാന്ന് ഇയാണ്ട് വിചാരിച്ചാളെ, ഈ ഇവിടെ നിന്നിട്ട് ഇപ്പൊ നമ്മളെന്താ ചെയ്യാന്, നീ പൊയ്ക്കോ എന്ന് പറയും. അതിരാവിലെയുള്ള ഫ്ലൈറ്റിൽ തിരിച്ചു പോകേണ്ടുന്ന മകൻ അതിരാവിലെ സുബഹിക്ക് ശേഷം ഇതേ ICUവിലേക്ക് കയറുകയാണ്. 3000 ദിർഹമിന് വേണ്ടി, ഈ പാവം കുടുംബം പോറ്റാൻ വേണ്ടി, തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, തന്നെ നൊന്ത് പ്രസവിച്ചിട്ടുള്ള മാതാവിനെ ഇനി വരുമ്പോൾ കാണില്ല എന്ന് ഉറപ്പായിട്ടും ICUവിലേക്ക് കയറിയിട്ട് കൈ പിടിച്ചുകൊണ്ട് കരയുമ്പോ ആ കൈ പിടിച്ചു വെക്കുകയാണ് പാവം ഉമ്മ. അതിന്റെ വിലാപം വായിലൂടെ മൂക്കിലൂടെ കുഴലിടുമ്പോഴും കണ്ണീരൊലിച്ചുകൊണ്ട് ആ ഉമ്മാക്ക് പറയാനുള്ളത്, മോനെ നീ പോകണ്ട എന്നാണ്. ഞാനിതാ മരിക്കാൻ പോകുന്നു, നീ ഒരിക്കലും പോകരുത് എന്നാണ്. നീ പോകരുതടാ എന്ന് വിലപിക്കുന്നുണ്ടെങ്കിൽ പോലും ആ കയ്യിനെ അടർത്തി മാറ്റിക്കൊണ്ട് സങ്കടം കൊണ്ട് ICUവിൽ നിന്നും ഓടിപ്പോയി എയർപോർട്ടിൽ പോയി പൊട്ടിക്കരഞ്ഞ് അങ്ങനെ തന്റെ പ്രിയപ്പെട്ട രാജ്യത്തിലെത്തി. അവിടെ ജോലിക്ക് കയറുമ്പോഴാണ് അറിയുക ഉമ്മ മരിച്ചു എന്ന്. വീണ്ടും ഒരു ലീവ് പോലും കിട്ടാതെ കവിളണയിൽ കവിളുകൾ അമർത്തിക്കൊണ്ട്, തലയിണയിൽ കവിളുകൾ അമർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ എത്രയോ പാവം പ്രവാസികളുണ്ട്.
ഈ ചുറ്റുപാട്ടിലും നിങ്ങൾ ഓരോരുത്തരെയും പഠനം നടത്തി നോക്ക്. സ്വന്തം മാതാവിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ കഴിയാത്തവർ, പഴയ കാലത്ത് സ്വന്തം പിതാവിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ കഴിയാത്തവർ ഇങ്ങനെ പ്രയാസപ്പെട്ടിട്ട് ഈ മക്കളെ വളർത്തി വലുതാക്കി അവസാനം ആ മക്കൾ ഇടത്തെ കാലുകൊണ്ട് പൊക്കിയിട്ട് പിതാവിന്റെ നെഞ്ചിൽ ചവിട്ടുന്നത് പോലെ ഇത്രമാത്രം പ്രവാസി കൂട്ടങ്ങൾ സഹിച്ചിട്ടും പാവം മക്കൾക്ക് ഇതൊന്നും അറിയില്ല. അയാളുടെ നമ്പരം അറിയില്ല, അയാൾ ഫോൺ വിളിക്കുമ്പോഴുള്ള സങ്കടം അറിയില്ല. കരഞ്ഞുകൊണ്ട് വേണ്ടപ്പെട്ടവർക്ക് വിളിച്ചുകൊണ്ട് എന്റെ മോനെ നീ എന്താ ഞാൻ ചെയ്യുക എന്ന് പൊട്ടി പൊട്ടി പാതിരാവിൽ കരയുന്ന പ്രവാസി കൂട്ടമേ, അവരുടെ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റണം, എന്റെ ഉപ്പ സങ്കടത്തിലാണ്, എന്റെ ഉപ്പ നൊമ്പരത്തിലാണ്, അതുകൊണ്ട് എന്റെ ഉപ്പാക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് തിരിച്ചറിയിക്കാൻ ഈ ചെറുപ്പക്കാർക്ക് സാധിക്കണം. അല്ല എങ്കിൽ ഞാനൊരു ശാപവാക്ക് പോലെ പറയുകയല്ല, പക്ഷേ ഇത് റസൂലുള്ളാഹിയുടെ വാക്കായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്. റസൂലുള്ളാഹിയുടെ ഒരു വാക്കുണ്ട്, ഒരാൾ മാതാവിനെയോ പിതാവിനെയോ വേദനിപ്പിച്ചാൽ അതിന്റെ ഇരട്ടിയായി അവന്റെ മകനിൽ നിന്ന് കിട്ടാതെ അവൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോവുകയില്ല എന്ന് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മരുമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മായിമ്മമാരുണ്ടല്ലോ, ആ അമ്മായിമ്മമാര് കരഞ്ഞാൽ, ആ അമ്മായിമ്മമാര് നമ്പരപ്പെട്ടാൽ അവര് വളരെ നല്ല ആളുകളായിരുന്നിട്ടും നമ്മളെങ്ങാനും നമ്പരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മുടെ മരുമക്കളെ കൊണ്ട് കണ്ണുനീര് കുടിച്ചിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് നമ്മൾ യാത്രയാകില്ല. ഇത് മുഖ്ബിറെ സാദിഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഒരിക്കലും തിരുത്താൻ കഴിയാത്ത വാക്ക്. നമ്മുടെ അമ്മായിമ്മയെ നമ്മൾ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നീ ഒരു കാലഘട്ടത്തിൽ അമ്മായിമ്മയാകും, അതിനേക്കാൾ 10 ഇരട്ടിയായി. നിന്റെ ഇന്നത്തെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മകൻ, ആ മകനുണ്ടല്ലോ, അവന്റെ ഭാര്യ എന്ന് പറയുന്ന നിന്റെ ഭാവിയിലെ മരുമകൾ നിന്നെ എന്ന് മൂക്കുകൊണ്ട് വരപ്പിച്ചല്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറയില്ല. അത്രത്തോളം ദുരിതം നിന്റെ ജീവിതത്തിൽ നീ കാണേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഒരു തലമുറയോട് ചെയ്യുമ്പോൾ അത് തിരിച്ച് നല്ലിലേക്ക് തന്നെ വരുമെന്ന് ഉറപ്പായിട്ടും വിശ്വസിച്ചിട്ട് വേണം കുടുംബത്തിന്റെ പശ്ചാത്തലത്തെ ശരിപ്പെടുത്താൻ. ഒരാളോടും ദുഃഖമില്ലാത്ത, ഒരാളോടും പായേരമില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതത്തെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ പാവം ഉമ്മമാരുണ്ടാകും, പാവം ഉപ്പമാരുണ്ടാകും, അവരെ നല്ല രീതിയിൽ കണക്കാക്കാൻ നമുക്ക് പറ്റണം. ഞാൻ വീണ്ടും പറയുന്നു, ഉപദേശിക്കുകയല്ല. ഉമ്മാമ്മമാരില്ലാതെ കുടുംബത്തിൽ എന്താണ് രസം? ഉപ്പാപ്പമാരില്ലാത്ത കുടുംബത്തിന് എന്താണ് രസം? അവരുടെ വർത്തമാനം പറഞ്ഞിരിക്കല്, അവരോട് കിന്നരിക്കല്, അവരുടെ താട പിടിച്ച് കളിക്കല്, പ്രിയപ്പെട്ട ഏറ്റവും വലിയ പഠനത്തിന്റെ വക്താവായാൽ പോലും അവരോട് നല്ല രീതിയിൽ പെരുമാറൽ, ഇതൊക്കെയല്ലേ ഒരു രസം? ഇതൊക്കെയല്ലേ ഒരു രസം? ഉമ്മയുടെ പൊട്ടത്തരങ്ങൾ. ഒരിക്കലും വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് വണ്ടി ഓഫായി, പെട്രോൾ കഴിഞ്ഞു. അപ്പൊ ഖുർആൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, സെറ്റ്. അപ്പൊ എന്റെ അമ്മ എന്നോട് പറഞ്ഞേ, അതാണ് ഓഫായി കളയുന്ന. എന്തിനാന്ന് ചോദിച്ചു. പെട്രോൾ കഴിച്ചൂലേ. അതാണ് രസം. എന്റെ അമ്മക്ക് അറിയില്ലായിരുന്നു ഈ പാട്ട് പാടുന്നത് ബാറ്ററിക്കാണ്. അങ്ങനത്തെ അമ്മാമ്മമാരാ രസം, അങ്ങനത്തെ അമ്മാരാ രസം. ഒന്നും അറിയാത്ത പാവങ്ങൾ, നിഷ്കളങ്കരായിരിക്കും, തന്ത്രങ്ങളൊന്നും ഉണ്ടാവില്ല, പാവങ്ങൾ, സ്നേഹിക്കാൻ മാത്രം അറിയുന്നവർ. അതുകൊണ്ട് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോകുമ്പോ ഒരിക്കലും പറയല്ലേ കാക്ക അങ്ങള് വന്നാ മതി, ഉമ്മ വരണ്ടാന്ന്. ആ പാവം ഉമ്മ നൊമ്പരപ്പെടും, ഉമ്മ സങ്കടപ്പെടും. വാട്സപ്പിന്റെ ഗ്രൂപ്പ് വെച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനൊരു മീറ്റിംഗ് കൂട്ടുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ ഇന്ന് വിടുന്ന കുറെ കഥകളുണ്ട്. എന്നെ അടുത്ത് ആകർഷിച്ച രസകരമായ ഒരു വരി, അതെന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. പുതിയ തലമുറക്ക് മഴ പെയ്തുകൊണ്ട് മോള് സ്കൂളിൽ നിന്ന് വരുന്നു, കൊടയെടുക്കാൻ മറന്നുപോയി, തല നനഞ്ഞുകൊണ്ടാ വരുന്നത്. അപ്പൊ ആങ്ങള പറഞ്ഞു, ഇപ്പോൾ എഴുതുകയാണ്, ആങ്ങള പറഞ്ഞു, നീ എന്തേടി കൊടയെടുക്കാതെ പോയത്? അവസാനം പനി വന്നാൽ എനിക്കാവൂലട്ടോ ആശുപത്രി കൊണ്ടുപോകാന് എന്ന് ആങ്ങള. ജ്യേഷ്ഠത്തി പറഞ്ഞു, നീ അങ്ങനെ തന്നെയാണ്, കുറച്ച് കൊഞ്ചല് കൂടുതൽ, എന്താ എനിക്കൊരു കൊടെടുത്താല് എന്ന്. ഉപ്പ പറഞ്ഞു, ആശുപത്രി പോവാൻ എന്റെ അടുത്ത് പൈസ ഇല്ല കേട്ടോ, ഈ ഇങ്ങനെ കൊടെടുക്കാതെ സ്കൂളിൽ പോയാൽ. ഉമ്മ വന്നിട്ട് തോർത്തിക്കൊണ്ട് പറഞ്ഞു, മഴയ്ക്ക് ഇപ്പോഴാണോ പെയ്യാൻ കണ്ട നേരം, എന്റെ മോളെത്തിയിട്ട് പെയ്താൽ പോരായിരുന്നു. എന്റെ മോളെത്തിയിട്ട് പെയ്താ പോരായിരുന്നില്ലേ മഴയെ നിനക്ക്. അതാണ് ഉമ്മ. സ്നേഹം മാത്രം അറിയുന്ന പാവം ഉമ്മ. വാപ്പ പോടാ പുറത്തു എന്ന് പറഞ്ഞാലും സാരല്ലടാ, എന്റെ കുട്ടിക്കും വരോടാ നല്ല ഒരു കാലമെന്ന് പറഞ്ഞ ഉമ്മ. ആ ഉമ്മയില്ലാതെ നമ്മുടെ ജീവിതം എന്തിനാണ്? ഇതാ നിങ്ങൾ തവനൂരിൽ പോ, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തവനൂരിലെ വൃദ്ധസദനത്തിൽ 6 മക്കളുണ്ടായിട്ടും ഒരാള് പോലും എന്നെ നോക്കുന്നില്ല എന്ന് വിലപിക്കുന്ന പാവം മാതാവിനെ നിങ്ങൾക്ക് കാണാം.
2 മക്കൾ ഗൾഫിലായിട്ടും എന്നെ നോക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്ന പിതാവിനെ നിങ്ങൾക്ക് കാണാം. 1980 കാലഘട്ടത്തിൽ 80-85 കാലഘട്ടത്തിൽ അബ്ദുസ്സമദ് സമദാനി സാഹിബ് വളരെ ഘോരം വൃദ്ധസദനത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആളുകൾ കളിയാക്കിയിരുന്നു. ഇതൊക്കെ യൂറോപ്പ് പോയിട്ട് പറയേണ്ട പ്രസംഗല്ലേ, മലപ്പുറം ജില്ലയിലാണോ വൃദ്ധസദനത്തെ കുറിച്ചിട്ട് പറയാന്ന്? പക്ഷെ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു. 80-ൽ പറഞ്ഞ പ്രസംഗം ഇന്ന് സാർത്ഥകമാണ്. എൻ്റെ ഒരു പ്രിയപ്പെട്ട ഗുരുനാഥൻ എന്ന നിലക്ക് ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ടവരെ, ഇന്ന് മലപ്പുറം ജില്ലയിൽ ഓരോ പഞ്ചായത്തിലും വൃദ്ധസദനം ഉണ്ടായാൽ പോലും തരക്കേടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ജില്ല എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ അറിയണം, നമ്മുടെ മക്കൾ നമ്മളെ പിന്തള്ളാൻ പോകുന്നു. അരുതേ മക്കളെ, ഒരിക്കലും അതുണ്ടാകരുത്. ഇനി മക്കളെയും കൊണ്ട് എങ്ങോട്ടാണ് ടൂർ പോകേണ്ടത് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ പോകേണ്ടത് ഊട്ടിയിലേക്കല്ല, കൊടൈക്കനാലിലേക്കല്ല, നിങ്ങൾ പോകേണ്ടത് മൈസൂരിലേക്കല്ല. പോകേണ്ടത് ഈ പാവം മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് വൃദ്ധസദനം കാണാൻ പോ. അവിടെ ഈ പാവം ഉപ്പാപ്പമാരുടെ, പാവം ഉമ്മാമ്മമാരുടെ നൊമ്പരപ്പെടുന്ന കഥകൾ കേട്ട് കൊച്ചു മനസ്സൊന്ന് പടക്കും. അങ്ങനെ വൃദ്ധസദനത്തിന്റെ പടിയിറങ്ങുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മളെ ഒന്ന് നോക്കും. നോക്കിക്കൊണ്ട് പറയുന്നൊരു വാക്കുണ്ടാകും മനസ്സിന്റെ ഉള്ളിൽ, ഇല്ല ഉമ്മ, നിങ്ങൾക്ക് ഈ ഗതി ഞാൻ വരുത്തൂല. ഇല്ല ഉപ്പ, നിങ്ങൾക്ക് ഈ ഗതി ഞാൻ വരുത്തൂല. ഇങ്ങനെ മക്കളെ അതൊന്ന് കാണിക്കാൻ കൊണ്ടുപോ. നമ്മുടെ മക്കൾക്ക് നന്മയുണ്ട്, ആരെയും കുറ്റപ്പെടുത്തണ്ട. നല്ല നല്ല മക്കളാണ്. ആ മക്കളുടെ ഉള്ളിൽ മനസ്ഥിതി എത്ര നല്ല രസകരമായ മനസ്സെന്ന് ചോദിച്ചാൽ, ആ കുട്ടികളാണ് വാട്സപ്പിൽ എഴുതിവിടുന്നത് ഉമ്മയെക്കുറിച്ച്, ഉപ്പയെക്കുറിച്ച് അതിമനോഹരമായ വരികൾ. ആ വരികൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കറിയാം, വെറുതെ ബുദ്ധിയിൽ നിന്ന് ജന്മമെടുത്ത വരികളല്ലാതെ അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ആ സ്നേഹം അവന് കിട്ടുമ്പോ അവന് തിരിച്ചു കൊടുക്കാൻ ഒരിക്കലും മടിയില്ല. അങ്ങനത്തെ കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റണം. ദീനീപരമായ പശ്ചാത്തലത്തിൽ വളർത്താൻ പറ്റണം. ഞാൻ ചിലയിടത്തൊക്കെ സൂചിപ്പിക്കുന്നതാണ്, എന്നാൽ ഒറ്റ വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പറയാറുണ്ട്, ICUവിലേക്ക് കടത്തുന്ന പിതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വിതുമ്പിക്കരയുന്ന 9 വയസ്സുകാരിയായ പെൺകുട്ടി എറണാകുളത്തെ ഹോസ്പിറ്റലിൽ നടന്നതാണ്. എന്റെ സുഹൃത്ത് എപ്പോഴും എന്നോട് പറയാറുണ്ട് ഈ സംഭവം. അകത്തേക്ക് കടന്ന് പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിതാവ്. അങ്ങനെ ഈ സഹോദരൻ ഇവളെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് വിചാരിച്ച് ഏതോ ഒരു സഹോദരൻ, ഏതോ ഒരു മോള്, പക്ഷെ അവള് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ സമാധാനിപ്പിക്കാൻ ചെന്നപ്പോ കസേരയിൽ ഇരുന്നു കൊണ്ട് ആകാശലോകത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുമോള്. ഈ സഹോദരൻ പറയാണ്, എന്തിനാണ് നമുക്ക് കുറെ മക്കൾ, എന്തിനാണ് കുറെ ലക്ഷങ്ങൾ, ഇങ്ങനെയുള്ള ഒരു കുട്ടി പോരെ എന്ന് അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് സ്വന്തം പിതാവ് ICUവിൽ കിടന്നിട്ട് ആക്സിഡന്റ് പറ്റി പടയുമ്പോ ആകാശലോകത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഏതൊരു രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്തിയാലും മൂല്യത്തോടു കൂടി വളർത്തണമേ എന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഥവാ മദ്രസയിൽ നിന്ന് കിട്ടിയ പാഠഭാഗങ്ങൾ, നമ്മുടെ ദർസിൽ നിന്ന് കിട്ടിയ പാഠഭാഗങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം. രണ്ടാമത്തെ കാര്യം, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. A+ കിട്ടാത്തവരും കിട്ടിയവരും എല്ലാവരും നല്ല അവസ്ഥയിലെത്തുമെന്ന് സ്വയം ഒരു വിശ്വാസം ഉണ്ടാകണം. A+ എടുക്കാൻ കഴിവില്ലാത്ത മക്കളെ നിങ്ങൾ ഒരിക്കലും പിന്നിലല്ല. കാരണം A+ കിട്ടിയില്ല എന്നതുകൊണ്ട് നമ്മൾ പിന്നിലാണെന്ന് ധരിക്കണ്ട. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എക്സാമിനേഷൻ എന്നറിയപ്പെടുന്ന IAS പോലെയുള്ള സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എവിടെയും ഒരു ഗ്യാരണ്ടിയും പറയുന്നില്ല, ഒരു രീതിയിലും അവർ വെളിപ്പെടുത്തുന്നില്ല SSLCക്ക് എല്ലാറ്റിലും A+ ഉള്ളവർക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുമെന്ന്. +2 എല്ലാവർക്കും A+ ഉണ്ടായാലേ ഇത് എഴുതാൻ പറ്റുമെന്ന് അവരെവിടെയും പറയുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പരീക്ഷ എഴുതാൻ എല്ലാറ്റിലും A+ന്റെ ആവശ്യമില്ല. അതുകൊണ്ട് A+ നമുക്ക് കിട്ടിയില്ല എന്നതുകൊണ്ട് നമ്മൾ വിഷമിക്കണ്ട. പക്ഷെ കിട്ടാൻ സാഹചര്യമുള്ളവർ അത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അതിന്റെ കൂട്ടത്തിൽ സ്കില്ലുകൾ കൂട്ടണം, ഭാഷാ പഠനങ്ങൾ പഠിക്കണം. ഈ കാട്ടിലങ്ങാടി ന്യൂസ് ലൈവിനും പ്രിയപ്പെട്ട ഗൾഫ് സുഹൃത്തുക്കളും ഇവിടെയുള്ള സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അതിന് സാധ്യമാകട്ടെ എന്ന് ഞാൻ പറയുന്നു. കാരണം ഇവിടെയുള്ള കുട്ടികളെ കൂട്ടി അവർക്ക് നല്ല ഭാഷാ പഠനങ്ങൾ, എന്റെ അഭിപ്രായത്തിൽ 10 ദിവസം നിങ്ങൾ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾ തങ്ങിയിട്ട് 10 ദിവസം താമസിച്ചിട്ട് അവർ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടി തുനിഞ്ഞാൽ ഈ കുട്ടികളുടെ കപ്പാസിറ്റി അപാരമാണ്. ആ കുട്ടികൾക്ക് അതിനുള്ള ശേഷിയുണ്ട്, നമ്മളെക്കാൾ ബുദ്ധിയുണ്ട്. 10 ദിവസം കൊണ്ട് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ശേഷി അവർക്കുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ
നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ, എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, അവൻ ഓസ്ട്രേലിയക്കാരനാണ്. ഓസ്ട്രേലിയക്കാരനായ ഇന്ത്യക്കാരനല്ല, ഒറിജിനൽ വെള്ളക്കാരനാണ്. അത് ഓസ്ട്രേലിയയിലുള്ള റൈഹാൻ. അവനിപ്പോ നാട്ടിലുണ്ട്, കേരളത്തിൽ. ഇന്ന് ന്യൂസ് ലൈവിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ എന്റെ നാട്ടുകാർക്ക് വേണ്ടി, നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ 10 ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി റൈഹാനെ കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്. ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് തന്നെ നിങ്ങൾക്ക് പഠിക്കാം, പക്ഷെ അതിന് നിങ്ങൾ സന്നദ്ധമാകണം എന്നത് നിർബന്ധമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ മനോഹരമായ ഇംഗ്ലീഷ്. സാധാരണ രീതിയിലുള്ള ഇംഗ്ലീഷ് പഠിച്ചാൽ പോരാ, എന്തെങ്കിലും കണ്ടം മുണ്ടൻ ഇംഗ്ലീഷ് പറയുന്ന ഒരാളായാൽ പോരാ. ഇനിയുള്ള കാലഘട്ടം പ്രിയപ്പെട്ട മക്കളെ, പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ജീവിക്കുന്നത് 2016 നിങ്ങൾ ശരിക്കും പെർഫോം ചെയ്യേണ്ടുന്ന കാലം 2026 2030 ഒക്കെയാണ്. ആ സമയത്താണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ പുറത്തെടുക്കേണ്ടത്. 14 കൊല്ലം കഴിഞ്ഞാൽ ഈ കാണുന്ന ലോകമല്ല ലോകം. 14 കൊല്ലം കഴിയുമ്പോഴേക്ക് എല്ലാവരും മെരച്ചു കയറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോണത്. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈലല്ല 14 കൊല്ലം കഴിഞ്ഞാലുള്ള മൊബൈല്. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വാഹനമല്ല 14 കൊല്ലം കഴിഞ്ഞാലുള്ള വാഹനം. നിങ്ങളിപ്പോൾ പഠിക്കുന്ന പഠിത്തമല്ല 14 കൊല്ലം അതിശീഘ്രഗതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോട് കോമ്പറ്റൻസിയുള്ള, അതിനോട് നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റിയ മക്കളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. അങ്ങനെ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പിതാക്കന്മാരൊക്കെ ഗൾഫിലേക്ക് കയറുന്ന സമയത്ത് എണ്ണ നീരർത്തതും കൂരം വറുത്തതും അതേപോലെ തന്നെ 4 കിലോ അച്ചാറും കുപ്പിയും അതേപോലെ തന്നെ ഹലുവയും കൊണ്ടുപോയെങ്കിൽ ആ പ്രിയപ്പെട്ട ഉപ്പമാരുടെ മക്കൾ 4 രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് എങ്കിലും കൊണ്ടുപോകണം. ഡിഗ്രിയുടെ, PGയുടെ, സൂപ്പർ PGയുടെ, പിന്നെ അവന്റെ സ്കിൽ സെറ്റിന്റെ എല്ലാറ്റിന്റെയും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഞാൻ പ്രിയപ്പെട്ട ബാവക്കയെ ഇവിടെ സ്മരിക്കുകയാണ്. എന്റെ കുട്ടിക്കാലത്ത് ലണ്ടനിൽ പോയി പഠിച്ചിരുന്ന ബാവക്ക അഥവാ MK മുഹമ്മദ് എന്ന് പറയുന്ന ആള് വലിയ റെപ്യൂട്ടേഷൻ ആണ് കമ്പനികൾക്ക്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ പറയുന്നത്, എനിക്ക് ചെറുപ്പത്തിൽ റോൾ മോഡലായി തോന്നുന്ന ഒരാൾ നമ്മുടെ ഈ നാട്ടുകാരൻ. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞു കൊള്ളട്ടെ. കമ്പനികൾക്ക്, പെട്രോളിയം കമ്പനിക്ക് അതിന്റെ മിക്സിങ്ങും കോട്ടിങ്ങും പറഞ്ഞു കൊടുക്കുന്ന റെഫറൻസ് ആണ് ഖത്തറിൽ ബാവക്ക എന്ന് പറഞ്ഞാൽ. പെട്രോളിയം കമ്പനികൾ അവരുടെ മിക്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മുടെ നാട്ടുകാരനായ ഒരാളോട് ചോദിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങളായി മാറാൻ നമുക്ക് പറ്റണം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജാഫർ നന്നായിട്ട് അറിയാം, KMCCയുടെ പ്രവർത്തകനാണ്. ഇവർക്കൊക്കെ മാലിക്കൊക്കെ അറിയാം. പറമ്പിൽ ജാഫർ, അവന് എത്രയോ വലിയ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ കയറേണ്ടതുണ്ട്. ഭാവിയിൽ ഇരച്ചു കയറി ഈ കാട്ടിലങ്ങാടിയുടെ ഈ പ്രദേശത്തുള്ള കുട്ടികൾ ഒരിക്കലും നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിക്കരുത്. നത്തിങ് ഈസ് ഇംപോസിബിൾ എന്നല്ല, അത് നെപ്പോളിയന്റെ വാക്കാണ്. നത്തിങ് ഈസ് ഇംപോസിബിൾ എന്ന്, അഥവാ സാധ്യമായ ഒന്നുമില്ല എന്ന് നിങ്ങൾ പറയേണ്ടത് നെപ്പോളിയനേക്കാൾ അപ്പുറത്തുള്ള വാക്കാണ്. ഇംപോസിബിൾ ഇസ് നത്തിങ്, അഥവാ ഇംപോസിബിൾ എന്ന് പറഞ്ഞാൽ അത് നത്തിങ് ആണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. അസാധ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് നിങ്ങൾ തിരിച്ചു പറയാൻ പഠിക്കണം. അസാധ്യമായതല്ല ഇതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ പഠനത്തിന്റെ ലോകത്തിലേക്ക് ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കയറാൻ പറ്റണം. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കുകയല്ല, അങ്ങനെ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ ഇരിക്കുന്ന മക്കൾ അങ്ങനെ എരച്ചു കയറുന്ന സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തുന്ന ഒരു കാലഘട്ടം നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുന്നു. നിങ്ങൾക്ക് പഠിക്കണമോ, ലോകത്തിൽ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ എത്തണമോ, അതിന് സ്കിൽ സെറ്റുകൾ ഉണ്ട്. ആ സ്കിൽ സെറ്റുകൾ നിങ്ങൾ പഠിക്കണം. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അനലിറ്റിക്കൽ റീസണിംഗ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, തിങ്കിംഗ് സ്ട്രാറ്റജി, സ്ട്രാറ്റജിക്കൽ തോട്ട്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഈ 6 സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ടെക്സാസിലും കാലിഫോർണിയയിലും സീറ്റ് കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതൊരു ഉട്ടോപ്പിയൻ സംഭവമായിട്ട് നിങ്ങൾ കാണരുത്. മലപ്പുറത്ത് നിന്ന് കുട്ടികൾ കയറിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രദേശത്തു നിന്നും ഒരു വർഷത്തിൽ പഠിക്കാൻ വേണ്ടി 75 ലക്ഷം രൂപ മുതൽ 1.5 കോടി രൂപ വരെ ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് വാങ്ങിച്ചുകൊണ്ട് മലബാറിന്റെ മക്കൾ കയറുമ്പോ ഈ കാട്ടിലങ്ങാടിയിലെ പ്രദേശത്തു നിന്നും ഉശിരുള്ള ചെറുപ്പക്കാരെ കയറിപ്പോകണം. അങ്ങനെ കയറിപ്പോകാനുള്ള പടനിലം നിങ്ങൾക്ക് ഒരുക്കി തരാൻ ആളുകൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഇരച്ചു കയറാൻ തയ്യാറാകണം. അതിന് ന്യൂസ് ലൈവ് വലിയൊരു ഘടകമായെങ്കിൽ അത് വല്ലാത്തൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ സ്നേഹിച്ച്, പ്രത്യേകിച്ച് വീട്ടിൽ തർക്കമില്ലാതെ, പ്രകോപനമില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാണമില്ലാതെ നിങ്ങൾക്ക് നല്ലൊരു സംസ്കാരം ഈ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയാൽ ആ വീട് സുക്കൂനാണ്. വീടിനെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള പേര് ബൈത്ത് എന്ന് പറഞ്ഞതിനേക്കാൾ, വീട് എന്ന് പറഞ്ഞതിനേക്കാൾ മസ്കൻ എന്നാണ്. മസാക്കിനക്കും സുക്കൂനിൽ നിന്നാണ് മസ്കൻ ഉണ്ടായത്. ശാന്തിഗേഹം എന്നാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല രീതിയിൽ നിൽക്കുന്ന. ഇന്ന് ഗൾഫിലുള്ള ആളുകൾ വലിയ സങ്കടത്തിലാണ്. കാരണം ഗൾഫിൽ നിന്ന് വീട്ടിലേക്ക് വിളിക്കുമ്പോ, ഗൾഫുകാർ പറഞ്ഞ സങ്കടം പറയാൻ കേട്ടോ, ഇന്നാള് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല. ഗൾഫിൽ നിന്ന് വീട്ടിലേക്ക് വിളിക്കുമ്പോ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോലും ഭാര്യക്ക് സമയമില്ല.
പണ്ടത്തെ കാലത്ത് കത്താ വരിക, അതന്നെ മാസത്തിലൊന്നോ 6 മാസം കൂടുമ്പോഴൊന്നോ. പിന്നെ അതങ്ങനെ ആഴ്ചയിലും മാസത്തിലൊക്കെ കത്തുകളായി. പിന്നെ എവിടെയെങ്കിലും നമ്മുടെ നാട്ടിലൊരു ഫോൺ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് അറിയാം എവിടെയെന്നാ ഫോൺ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയില്ല. എന്നിട്ട് വെള്ളിയാഴ്ച ദിവസം എല്ലാവരും കൂടി അവിടെ പോയി നിൽക്കണം. എൻ്റെ പുതിയാപ്പള വിളിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ ഫോണായി. അപ്പോഴും വെള്ളിയാഴ്ച വിളിക്കാൻ തുടങ്ങി. നമ്മളെ വീട്ടിൽ സ്വകാര്യമായിട്ട് പറയാം. ഇപ്പൊ അത് പോയി ഡെയിലി വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഡെയിലി വിളിക്കുന്നത് ആ സാധു അറബിയുടെ ചീത്തൊക്കെ കേട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജറുടെ വഴക്കൊക്കെ കേട്ട് ആകെ സങ്കടപ്പെട്ട് ആകെയുള്ള സമാധാനം മക്കളെന്ന് കണ്ട് മക്കളെ കാണാനുള്ള മൊബൈൽ ഫോൺ ഇപ്പം ഉണ്ട്. ഇനി മക്കളെ ശബ്ദം കേൾക്കാനും പറ്റും. ഏതായാലും അങ്ങനെ മക്കളൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഫോൺ അടിക്കുമ്പോൾ വീട്ടിൽ സീരിയലിന്റെ രംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ മക്കളോട് പറയാണ്, ഒരാൾ കരഞ്ഞോണ്ട് പറയാണ്, അത് അറിയാണ്ട് കുട്ടി ഓണാക്കി. പാന്റെ ഫോണാ, നെറ്റ് ഫോണല്ല കൂടുതൽ വരിക. ഓണാക്കിയിട്ട് അവിടെ വെച്ചു. ഇത് ഓണാന്നുള്ള കാര്യം അറിഞ്ഞില്ല. ഒരുപാട് സ്ഥലത്ത് സംഭവിക്കുന്നതാണ്. അപ്പൊ തള്ള പറയാണ്, ഉമ്മ പറയാണ്, എന്ത് എന്തിനാപ്പ ഫോൺ എടുത്തത്, എന്തിനാപ്പ അത് എടുക്കാൻ പോയത്? ഉപ്പയാണ് എന്ന് പറയുമ്പോ ഉപ്പാക്ക് എപ്പോഴും ഇങ്ങനെ പുളിയന്റെ പണി എന്ന് പറഞ്ഞാൽ സീരിയലിന്റെ ശബ്ദം ഒരു ഭാഗത്ത് കേൾക്കുകയും തന്റെ വിളി പോലും വെറുപ്പായി കാണുന്ന ഭാര്യമാരുടെ ലോകവും കാണുമ്പോ ഏത് മരിപ്പച്ചയിലാണ് ഇവർ പോയി നിൽക്കേണ്ടത്? ഒന്ന് വിളിക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പോലും ഭാര്യമാർക്ക് കഴിയുന്നില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമെന്ത്? പരസ്പരം തർക്കിച്ചും കൊമ്പുകോർത്തും. പിന്നെ എത്രയോ വീടുകളിൽ പ്രശ്നം. ഇന്നും ആലോചിച്ചുകൊണ്ടിരിക്കാൻ തലാക്ക് ചെല്ലിയാലോ 4 മക്കളുള്ള ആൾക്കാർ വരെ, 2 മക്കളുള്ളവർ വരെ പണ്ടാർത്തിനാണ് കൊണ്ടാക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും വീടുകളിൽ തർക്കങ്ങളാണ്. എന്തിനാണിത് നടക്കുന്നത്? എന്തിനാണ് ഈ അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയത്? അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തോടു കൂടി കഴിയും. ഉമ്മയും മകളും തമ്മിൽ സ്നേഹത്തോടു കൂടി കഴിയും. പ്രിയപ്പെട്ട നാത്തൂമാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വാപ്പാന്റെ പെങ്ങള് എന്ന് പറഞ്ഞ ആളാണ് മിക്കവാറും കുടുംബം കൊളാക്കുക. 2 ദിവസത്തെ ലീവിനാണ് സാധു വരിക. 2 കൊല്ലത്തേക്കുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടാ മുപ്പത്തേര് പോവുക. ഇവിടെ അങ്ങനത്തെ നാത്തൂമാരാകല്ലേ. ആ നാത്തൂനെ എതിർക്കുന്ന ആങ്ങളയുടെ ഭാര്യയായ നാത്തൂനായി നമ്മളും മാറല്ലേ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ മരിച്ചു പോകാനുള്ളതാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയാം, നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര വരെ ഉണ്ടാവുന്നറിയോ? വീട്ടിലെ വഴക്ക്, വീട്ടിലെ ഒരാൾക്ക് ഭീമാകാരമായ ഒരു അസുഖം വരുന്നത് വരെ. അള്ളാന്റെ ഒരു രീതിയുണ്ട്. നമ്മൾ ഖുർആനും ഹദീസൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. ആൾക്കാർക്ക് സുഖം തരും. സുഖം തരുന്ന സമയത്ത് അങ്ങനെ തിരക്കും വെക്കാനായിട്ട് നടക്കും. അപ്പൊ അതൊരു പരീക്ഷണം തരും. മൂത്തച്ചും ഇളച്ചും കൂടി പ്രശ്നം ഉണ്ടെങ്കിലേ ആ പ്രശ്നത്തിന് പരിഹാരമായിട്ട് അള്ളാഹു ചിലപ്പം തരിക. നമ്മളെല്ലാവരും അള്ളാഹു കാക്കട്ടെ. മൂത്തച്ചിക്കോ ഇളച്ചിക്കോ ഉള്ള കുട്ടിക്കൊരു അസുഖമാണ്. അങ്ങനെ RCCയിലേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് മനസ്സിലാകും മൂത്തച്ചിയുടെ സ്നേഹം എന്താണ്, ഇളച്ചിന്റെ സ്നേഹം എന്താണ്. ചിലപ്പോ ആ കുട്ടിയുടെ കൂടെ നിൽക്കാൻ ഈ വഴക്കൂടുന്ന മൂത്തച്ചി വേണ്ടി വരും. CH സെന്ററുമായി ബന്ധപ്പെട്ടിട്ട് 2 പ്രാവശ്യം അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ പോയി. ക്യാൻസർ സെന്ററിൽ കാഴ്ച വല്ലാത്ത CH സെന്ററിനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. കുറെ ക്യാൻസർ രോഗികൾ മുമ്പിൽ തിരുവനന്തപുരത്ത് CH സെന്ററിൽ അവരെ നോക്കുന്ന ആൾക്കാർ അതിന്റെ ബാക്കിൽ. ഞാൻ വിചാരിച്ച അതിന്റെ സഹോദരൻ വിളിച്ചു പറഞ്ഞപ്പോ ആകെ ഒരു 10-30 ആൾക്കാർക്കുള്ള ക്ലാസ് ആയിരിക്കുന്ന. ഇവരാണ്ട് വിവരം കൊടുത്തിട്ട് ആ റൂമിലുള്ള ഈ റൂമിലുള്ള അപ്പുറത്തുള്ള എല്ലാം കൂടി CH സെന്ററിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കാൻ. അങ്ങനെ CH സെന്ററിൽ ഇങ്ങനെ നോക്കുമ്പോൾ കരയുന്ന ആളുകൾ. 1 വയസ്സായ കുട്ടിക്ക് ക്യാൻസർ, 2 വയസ്സായ കുട്ടിക്ക് ക്യാൻസർ. RCCയിൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ കൊച്ചു കുട്ടികൾക്ക് പോലും ക്യാൻസർ പിടിപെട്ടിട്ട് എത്തിയിരിക്കുകയാണ്. വിലപിക്കുന്ന ആളുകൾ, എല്ലാ ജാതിക്കാരും. അവര് പറഞ്ഞ വാക്ക്, ഞങ്ങൾക്ക് ഇവിടെ നല്ലൊരു സുഖാണ്, കാരണം സ്വന്തം ആങ്ങളമാരെ പോലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന്. ഡോക്ടറെ കാണിക്കാൻ വീൽ ചെയറിൽ ഞങ്ങളുടെ ആളുകളെ കൊണ്ടുപോകുമെന്ന് പറയുന്ന സഹോദരിമാർ, ഹൈന്ദവരായ സഹോദരിമാരൊക്കെ എല്ലാവരും കൂടി അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോ അവിടെ വികാരപരമായ ഒരു ക്ലാസ്. കാരണം എന്റെ ക്ലാസ് അല്ല പ്രശ്നം, അവര് വേദനയിലാണ്. ആ വേദന തന്നെ ഒരു വികാരമാണ്. വയസ്സായ ആളുകൾ, പ്രായം ചെന്ന ആളുകൾ. അതിൽ ഞാൻ ഇൻഷ എന്ന് പറയുന്ന ഒരു മോളെ കണ്ടു. ആ മോളുടെ തലയിൽ വലിയ ഒരു ട്യൂമറാണ്. ആ ട്യൂമർ വല്ലാത്ത വേദന. 3 പ്രാവശ്യമോ മറ്റോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇൻഷ മോള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു ഇതിന്റെ കോർഡിനേറ്ററോട്, ഈ കുട്ടി എന്തിനാ കരയുന്നത്? അന്ന് ഇവരുടെ അടുത്തുള്ള ഒരാള് പോയതിന്റെ പേരിൽ കരയാണ്. അപ്പൊ എന്തേ പോയാല് പറഞ്ഞുകൂടായിരുന്നോ?
അവരോട് മടങ്ങാൻ പറഞ്ഞതാ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇനി വരണ്ട, നിങ്ങൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടീനോട് പറയാതെ പൊയ്ക്കാളിനെന്ന് ഇപ്പുറത്തുള്ള കുട്ടിയുടെ അപ്പുറത്ത് കിടക്കുന്ന ക്യാൻസർ രോഗി ഈ കുട്ടിയോട് പറയാതെ പോയതാണ് ഈ കുട്ടി കരയാനുള്ള കാരണം. എന്നാലും എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ എന്ന് കുട്ടി കരയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്യാൻസർ അസുഖം, ഇതേപോലെ തന്നെ കിഡ്നി അസുഖം, പിന്നെ സ്ട്രോക്കും ബ്ലോക്കും, ഈ 3 അസുഖങ്ങളെ കൊണ്ട് കേരളമാകെ വീർപ്പുമുട്ടുകയാണ്. കേരളമാകെ വീർപ്പുമുട്ടാണ്. കണക്കുകൾ വല്ലാത്ത ഒരു ലോകമാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. RCCയിലെ ഡോക്ടേഴ്സ് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഈ മലബാർ പ്രദേശത്തെ 6 പേര് കൂടിയാൽ, അള്ളാഹു കാക്കുമാറാകട്ടെ, 2016-ൽ 6 പേര് കൂടിയിരിക്കുന്നുവെങ്കിൽ ഒരാൾ ഭാവിയിലെ ക്യാൻസർ രോഗികളാണ് എന്ന്, ക്യാൻസർ രോഗിയാണ് എന്ന് RCCയിലെ ഡോക്ടേഴ്സ് വിധി എഴുതുമ്പോ, പ്രിയപ്പെട്ടവരെ, അത്രമാത്രം 6:1, 6-ൽ ഒരാൾ ക്യാൻസർ രോഗി എന്നുള്ള അവസ്ഥയിലേക്ക് ക്യാൻസർ രോഗം സാഗൂതം വല്ലാതെ പരന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിക്ക് വന്നാ മതി, എല്ലാ ആഴ്ചയും RCCയിലേക്ക്, റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടോടുന്ന സമയത്ത് ഒരു മൂത്തച്ഛിയോടും വക്കാണം അടിക്കാൻ നിങ്ങളുടെ അരികിൽ സമയമുണ്ടാവുകയില്ല. ഒരു ഇളയച്ചിയോടും വക്കാണം അടിക്കാൻ നിങ്ങളുടെ അരികിൽ സമയമുണ്ടാവുകയില്ല. കോളനി പോലെ നമ്മുടെ വീടുകളായി, എല്ലാം ഇപ്പോൾ കോളനിയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് തർക്കിക്കല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിക്കല്ലേ. നമ്മുടെ കുടുംബത്തിൽ അതിമനോഹരമായ സ്നേഹത്തിന് കൊണ്ടുവരിൻ. ആ സ്നേഹസാന്ദ്രമായ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന അതിമനോഹരമായ ദയയുടെ, കാരുണ്യത്തിന്റെ, സഹായത്തിന്റെ ആ ഒരു കാൽവപ്പാണ് നമ്മളിൽ നടത്തേണ്ടത്. അല്ലാതെ പഴമക്കാരെ പോലെ ഏതോ ഒരു അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാണം അടിക്കുന്ന കുടുംബമായി നമ്മൾ മാറരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിലേക്ക് ദുരന്തം കടന്നു വരുന്നതിന് മുമ്പേ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങാം. അയൽവാസിയെ നമുക്ക് സ്നേഹിക്കാം, ഇതര സമൂഹത്തിനെ നമുക്ക് സ്നേഹിക്കാം, മുഴുവൻ മനുഷ്യരാശിയെയും സ്നേഹിച്ച് വിശാലമായ കാഴ്ചപ്പാടോടെ അവനവന്റേതായ ചിന്താധാരകൾ ഉണ്ടാകാം. പക്ഷെ മനുഷ്യരാശി ഒന്നാണ്, മാനവരാശി ഒന്നാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്, എല്ലാവരും ആദമിൽ നിന്നാണ് അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി ആകട്ടെ അത് മണ്ണിൽ നിന്നാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ അറിയണം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, സംസാരിക്കുന്ന ഞാനും മനസ്സിലാക്കണം. എന്തായിരുന്നു ആ പ്രണയമെന്ന്, എന്തായിരുന്നു ആ സ്നേഹമെന്ന്. ഉത്ബത്തിനെ പോലെ, ശൈബത്തിനെ പോലെ, അബൂജഹലിനെ പോലെ, അബൂ സുഫിയാനെ പോലെ കൊടും ക്രൂരരായിരുന്ന മനുഷ്യരുടെ അരികിലേക്ക് മാസങ്ങളോളം കടന്നു പോകുമായിരുന്നു. മാസങ്ങളോളം മജ്നൂൻ എന്ന്, കദ്ദാബ് എന്ന് തിരിച്ചു വിളിച്ചാലും ഒരിക്കലും അതൊന്നും തിരിച്ചു വിളിക്കാതെ സ്നേഹത്തോടെ അവരോട് പെരുമാറുമായിരുന്നു. അബൂജഹൽ ഒരു ദിവസം വാതിൽ തുറക്കുകയാണ്. കൊടും മഴയാണ്, കൊടും മഴ, അതുപോലെ ഇടിനാദമുണ്ട്. അന്നത്തെ അറബി വംശജര് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നതാണ് മഴയെയും ഇടിയെയും. അങ്ങനെ ആരോ വാതിലിൽ മുട്ടുന്നു. അബൂജഹൽ പറഞ്ഞു തന്റെ ഭാര്യയോട്, ഈ സമയത്ത് ആരാണ് വന്നത് എങ്കിൽ അയാൾ പറയുന്ന എല്ലാ കാര്യം ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. എന്താണോ എന്നോട് പറയുന്നത് അത് ഞാൻ ചെയ്യാൻ തയ്യാറെന്ന് അബൂജഹൽ പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നപ്പോ കണ്ടത് മഴയത്ത് നനഞ്ഞൊറ്റ് നിൽക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നിട്ടും കെഞ്ചി, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിൻ, നിങ്ങൾ വിജയിക്കുമെന്ന്. അങ്ങനെ അവസാനം അല്ലാഹു ആയത്തിറക്കി, 70 മർറ, നിങ്ങൾ 70 പ്രാവശ്യം പൊറുക്കലിനെ തേടിയാലും പൊറുക്കലിനെ തേടിയില്ലെങ്കിലും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കൂല, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും പോയപ്പോൾ ഉമർ റളിയല്ലാഹു തആല പിടിച്ചു വെച്ചു. ഇനി എങ്ങോട്ടാ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോകുന്നത്? ആയത്തിറങ്ങിയിരിക്കുകയാണ് അയാളുടെ കാര്യത്തിൽ. 70 പ്രാവശ്യം നിങ്ങൾ ക്ഷമ ചോദിച്ചാലും മാപ്പ് ചോദിച്ചാലും അല്ലെങ്കിൽ പൊറുക്കലിനെ തേടിയാലും പൊറുക്കലിനെ കൊടുക്കുകയില്ല എന്ന് ആയത്തിറക്കി. ഇനി എങ്ങോട്ടാ നിങ്ങൾ പോണത്? ചരിത്രം പഠിക്കുന്ന സഹോദരന്മാരെ, ഉമർ റളിയല്ലാഹു തആലയുടെ കയ്യിനെ അടർത്തി മാറ്റി എന്ന് പറഞ്ഞു, അത് അല്ലാഹുവിന്റെ നിയമം, അല്ലാഹു ഇറക്കി. പക്ഷെ ഞാൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്, റഹ്മത്തുൽ ലിൽ ആലമീനാണ്, ഇനിയും പ്രതീക്ഷയോട് കൂടി ഞാൻ പോവുകയാണ്, ഇതല്ലാതെ എനിക്ക് ചെയ്യാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് അബൂജഹലിന്റെ വീട്ടിലേക്ക് പിന്നെയും പോകുമായിരുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓരോ രംഗങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ എല്ലാ സ്നേഹത്തോടു കൂടി, ബഹുമാനത്തോടു കൂടി ഈ മാനവരാശിയെ സ്നേഹിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളാ നമ്മൾ. എല്ലാവർക്കും മാപ്പ് കൊടുത്ത പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളാ നമ്മൾ. എന്നിട്ട് നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇന്ന് സമുദായത്തിന്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ, പരസ്പരമുള്ള തർക്കത്തിന്റെ പേരിൽ,
വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരിൽ പോലും നമ്മൾ തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഗ്രൂപ്പുകാരോട് സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് നമ്മൾ ആളല്ല എന്ന് പറയാൻ ആണത്തത്തോട് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരിൽ പോലും തർക്കങ്ങൾ ഉണ്ടാകരുത്. മാന്യമായിട്ട് നമ്മൾ പെരുമാറാകൂ. ആര് നമ്മളെ എതിർത്താലും ഒരു വാക്ക് പോലും അങ്ങോട്ട് തിരിച്ചു നമുക്ക് പറയാൻ ഉണ്ടാകരുത്. നമ്മുടെ രീതി അതല്ല. മജ്നൂൻ എന്ന്, കദ്ദാബ് എന്ന് ആരെയാ വിളിച്ചിട്ടുള്ളത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ വിളിച്ചിരുന്ന പേരാണ് മജ്നൂൻ. അല്ലാഹു കാക്കുമാറാകട്ടെ. ആ വാക്കിൽ നിന്ന് ഭ്രാന്തൻ എന്ന് വിളിച്ചു, കള്ളൻ എന്ന് വിളിച്ചു. കദ്ദാബ് എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നാണ്, കളവ് പറയുന്ന ആളെന്നാണ്. പക്ഷേ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഒറ്റ സ്ഥലത്തും കാണാൻ കഴിയില്ല. ഇസ്ലാമിന്റെ താരീഖിന്റെ രംഗത്തിൽ ഒരു രംഗം പോലും കാണാൻ കഴിയില്ല. ഉലമാക്കൾ നമ്മളോട് പറയുന്നുണ്ട്, ഒരു രംഗം പോലും കാണാൻ കഴിയില്ല. അബൂജഹലിനെ, ഉത്തുബത്തിനെ, ശൈബത്തിനെ, അതേപോലെ അബൂ സുഫിയാനെ തിരിഞ്ഞു നിന്നുകൊണ്ട് നീയാണ് കള്ളൻ എന്ന് പറഞ്ഞ്, നീയാണ് ഭ്രാന്തൻ എന്ന് പറഞ്ഞ് ഒരു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ആളുകളുടെ സംസ്കാരമല്ല നമ്മുടെ സംസ്കാരം. ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് നന്മകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അതൊരു മുസൽമാന്റെ സംസ്കാരമാണ്. വാട്സപ്പിന്റെ പേരിലും തർക്കമുണ്ടാകരുത്. പരസ്പരം തർക്കിച്ചു നിൽക്കരുത്. പരസ്പരം വാഗ്വാദം ഉണ്ടാകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുന്ന സംസാരം ഉണ്ടാകരുത്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരിൽ, അഡ്മിന്റെ പേരിൽ, അല്ലെങ്കിൽ ഫോളോവേഴ്സിന്റെ പേരിൽ ഒരിക്കലും തർക്കമുണ്ടാകരുത്. ഇങ്ങനെയുള്ള ഇസ്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ഞാൻ ഈ അടുത്തിടെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ വന്നിരുന്നു, ഉന്നതനായ പ്രൊഫസർ. അവർ എഴുത്തുകാരിയാണ്. ഇവോൺ റിഡ്ലി എന്നാണ് അവരുടെ പേര്. 4 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന സമയത്ത് പാലം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ കോർഡിനേറ്റേഴ്സ് ഒന്ന് അന്തിച്ചു നിന്നു. കാരണം പരിപൂർണ പർദ്ദയണിഞ്ഞുകൊണ്ടാണ് ഇവോൺ റിഡ്ലി കടന്നു വരുന്നത്. പൂർണ്ണമായ പർദ്ദ. അങ്ങനെ അവർ ക്ലാസ് എടുത്തു. നമ്മുടെ നാട്ടിലെ, നമ്മുടെ കേരളത്തിലെ കമലാ സുരയ്യ എന്ന് പറയുന്നതിനേക്കാൾ ലോകം 1000 ഇരട്ടി ആദരിക്കുന്ന എഴുത്തുകാരിയാണ്, പത്രപ്രവർത്തകയാണ്, ഗ്രന്ഥകാരിയാണ്, കോളേജ് പ്രൊഫസറാണ് ഇവോൺ റിഡ്ലി. അവർ സംസാരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരു പെണ്ണെഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു. അവർ സംസാരത്തിൽ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ വാല്യൂസിലേക്ക് തിരിച്ചു പോകണം, മൂല്യത്തിലേക്ക് തിരിച്ചു പോകണം. നമ്മുടെ യഥാർത്ഥമായ മൂല്യമാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഒരു ലേഡി പ്രൊഫസർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, മാഡം, നിങ്ങൾ പറയുന്ന കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുമോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ മനസ്സിലുള്ള ഒരു കൊച്ചു ചോദ്യമാണ്. അള്ളാഹു ആ ചോദ്യത്തിൽ നിന്ന് നമ്മളെ കാക്കുമാറാകട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ? അതിനവർ കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണേ എന്ന് ഞാൻ അവസാനമായി പറയുകയാണ്. അവർ കൊടുത്ത മറുപടി ഇതാണ്: ഞങ്ങൾ അമേരിക്കക്കാർ വർഷങ്ങൾക്ക് മുമ്പ് കാർക്കിച്ചു തുപ്പിയതിനെ നിങ്ങളെന്ന് ഇന്ത്യക്കാർ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്നു. നത്തിങ് സ്പെഷ്യൽ ഹിയർ. ഞങ്ങൾ അമേരിക്കക്കാർ വർഷങ്ങൾക്ക് മുമ്പ് കാർക്കിച്ചു തുപ്പിയതിനെ നിങ്ങളെന്ന് ഇന്ത്യക്കാർ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്നു. നിങ്ങൾ പറയുന്നത് വാട്സപ്പ്, ഫേസ്ബുക്കിനെ കുറിച്ചാണോ? അത് കണ്ടെത്തിയത് ഞങ്ങളാണ്. അതിനേ മുമ്പേ, അത് കണ്ടെത്തുന്നതിന് മുമ്പേ അതിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ചവർ ഞങ്ങളാണ്. നിങ്ങൾ പറയുന്നത് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കിയിട്ട് ദൂരെ മാറി നിൽക്കുന്ന മക്കളെ കുറിച്ചാണോ? ഞങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അനുഭവിക്കുന്നതായി. നിങ്ങൾ പറയുന്നത് സ്വന്തം ഭാര്യയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ കൂടെ പോകുന്ന കഥയെക്കുറിച്ചാണോ? എങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ അത് നടക്കുന്നതാണ്. നിങ്ങൾ പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ